കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സർ, ഞാനൊരു വീഡിയോ സാറിന് അയച്ചിട്ടുണ്ട്, അതൊന്ന് കാണണം. അതിൽ പറയുന്നത്, ഒരാൾ പറയുന്നു ക്ഷേത്രത്തിൽ അന്നദാനം എന്ന പേര് പാടില്ല, അന്നപ്രസാദമാണ്. ദാനം എന്ന് പറയുമ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നതാണ്. ക്ഷേത്രത്തിൽ അങ്ങനെയല്ലല്ലോ. കാറുകളിലൊക്കെ വന്നിട്ട് ആൾക്കാർ ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത് അന്നപ്രസാദമാണ്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാം പ്രസാദമാണ് എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണ്? സാറൊന്ന് വിശദീകരിക്കാമോ? ഇവിടെ ഈ ദാനം എന്ന പദത്തിൻ്റെ അർത്ഥം അദ്ദേഹം വ്യാഖ്യാനിച്ചത് തെറ്റാണ്. ഞാൻ ആ വീഡിയോ കണ്ടു. പാവപ്പെട്ടവന് പണക്കാരൻ കൊടുക്കുന്നതാണ് ദാനം എന്നുള്ളതല്ല. എൻ്റെ കൈവശമുള്ളതെന്തും പ്രതിഫലം കൂടാതെ ഞാൻ താങ്കൾക്ക് തരികയാണെങ്കിൽ അത് ദാനമാണ്. താങ്കൾ പണക്കാരനായാലും വേണ്ടില്ല, പാവപ്പെട്ടവനായാലും വേണ്ടില്ല. അതാണ് തൻ്റെ കൈവശമുള്ളത് മറ്റൊരാൾക്ക് പ്രതിഫലം കൂടാതെ, ഒന്നും മിച്ചിക്കാതെ കൊടുക്കുന്ന എന്തോ അത് ദാനമാണ്. ഈ ദാനത്തിന് പല പേരുകളുമുണ്ട്. ഇപ്പം സമ്മാനം, എന്താണ്, ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കില്ലേ, അതും ദാനമാണ്. സംഭാവന അല്ലേ, പല പാർട്ടിക്കാരോ സംഘടനകളൊക്കെ സംഭാവന ചോദിക്കും, അതും ദാനമാണ്. അത് ഓരോ പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ക്ഷേത്രത്തിലെ കാര്യം എന്ന് പറഞ്ഞാൽ ദാനം എന്ന് തന്നെയാണ് വെക്കേണ്ടത്. ദാനം കൊടുക്കുന്നു, വാങ്ങിക്കുമ്പോഴാണ് അത് പ്രസാദമാകുന്നത്. പ്രസാദമാണ് എന്ന ഉദ്ദേശത്തിലാണ് കൊടുക്കുന്നത് മാത്രം. പക്ഷെ കൊടുക്കുമ്പോൾ ദാനമാണ്. കാരണം പ്രതിഫലം വെച്ചിക്കാതെയാണ് കൊടുക്കുന്നത്. അത് സ്വീകരിക്കുമ്പോൾ അത് പ്രസാദമാകുന്നു. അത് ക്ഷേത്രത്തിൽ മാത്രമല്ല, എല്ലായിടത്തും നമ്മുടെ വേദാന്ത ചിന്തപ്രകാരം എല്ലാവരിലും കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ താങ്കളിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിയാൽ അത് പ്രസാദമാണ്. കാരണം താങ്കളുടെ ഉള്ളിലുള്ളത് അതേ ചൈതന്യം തന്നെയാണ്, അല്ലേ? താങ്കൾ തരുമ്പോൾ അത് ദാനമായി, ഞാൻ അത് സ്വീകരിക്കുമ്പോൾ പ്രസാദമായി. ക്ഷേത്രത്തിലെ പൂജാരി എന്താ ചെയ്യുന്നത്? പൂജിച്ച് കഴിഞ്ഞാൽ അത് പൂജിച്ച സാധനം ദാനമായിട്ട് കൊടുക്കുമ്പോൾ പ്രസാദമാകുന്നു. പ്രസാദം വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൈ കാണിക്കുക. കാരണം നമുക്ക് കിട്ടുമ്പോഴാണ് അത് പ്രസാദമാകുന്നത്. പക്ഷെ തരുന്ന ഘട്ടം ദാനമാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ദക്ഷിണ കൊടുക്കാറുണ്ടല്ലോ. ദക്ഷിണയും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല. ദക്ഷിണ കൊടുക്കണം, ഏത് സംഗതി വാങ്ങിക്കാൻ വേണമെങ്കിലും ദക്ഷിണ കൊടുക്കണം എന്നുള്ളതാണ്. അത് പ്രതിഫലമല്ല. ദക്ഷിണയും പ്രതിഫലവും രണ്ടാണ്. ദക്ഷിണ എത്ര വേണമെങ്കിലും കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം സ്വീകരിക്കാൻ, ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്തുനിന്ന് നമ്മൾ വിദ്യ നേടുന്ന സമയത്ത് ദക്ഷിണ വയ്ക്കുന്നു. എന്തിനാണ്? എന്നെ ശിഷ്യനായിട്ട് അംഗീകരിക്കണം. ആ അംഗീകരിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ചിന്ത അല്ലെങ്കിൽ മനസ്സിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന എന്തും പ്രസാദമാണ്, അത് ശരിയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നല്ല, എവിടുന്ന് എന്ത് വെറുതെ കിട്ടിയാലും പ്രതിഫലനം ഇല്ലാതെ കിട്ടുന്നത് പ്രസാദം തന്നെയാണ്. കാരണം ഈ തടുന്നവനൊക്കെ എന്താണ്? തത്വമസി, നീയും അതാകുന്നു, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നില്ലേ? അപ്പം ഞാൻ വേറൊരാൾക്ക് കൊടുത്താലും താങ്കൾ വേറൊരാൾക്ക് കൊടുത്താലും പ്രതിഫലമില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് ദാനമാണ്. സ്വീകരിക്കുന്നവന് അത് പ്രസാദവുമാണ്. ഇങ്ങനെയാണ്. അപ്പം ക്ഷേത്രത്തിലെ ദാനം തന്നെയാണ് കൊടുക്കുന്നത്. ആ ദാനം പ്രസാദമായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആരുടെ ദാനമാണ്? ദേവൻ്റെ ദാനമാണ്. നമ്മളാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേവൻ്റെ സന്നിധിയിൽ വെച്ചിട്ടല്ലേ. അപ്പോൾ ദേവൻ്റെ ദാനമായിട്ട് നമ്മൾ കണക്കാക്കണം. നമ്മളത് പ്രസാദമായിട്ട് കഴിക്കുന്നു. അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ അമ്പലത്തിൽ വെച്ച് ഇത് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനൊരു ചൈതന്യമുണ്ട് എന്ന് കണ്ടിട്ടല്ലേ. അതുകൊണ്ടാണ് ഈ പണക്കാരൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. കാരണം ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അത് ദാനമായിട്ടാണ് കിട്ടുന്നത്. നമ്മളൊന്നും കൊടുക്കുന്നില്ല, അതിന് പണം കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ?
പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ അപ്പത്തൊരു പെട്ടി ഉണ്ടാവും അന്നദാനത്തിന് സംഭാവന എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്തതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അന്നദാനം എന്ന് സ്പോൺസർ ചെയ്താലും അത് ദേവൻ്റെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ദേവൻ്റെ ദാനമാണ്. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് പ്രസാദമായി മാറുന്നു. അതാണ്. അതിപ്പോൾ എന്തും, കാരണം പ്രസാദം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി കൊടുക്കുന്നത്. സന്തോഷമാണ് പ്രസാദം. പ്രസന്നം എന്ന് പറഞ്ഞില്ലേ, സന്തോഷത്തോടു കൂടി കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പ്രസാദം എന്ന് പറയാൻ കാരണം. അല്ലാതെ പാവപ്പെട്ടവന് കൊടുക്കുന്നത് എന്ന അർത്ഥമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അന്നദാനം എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. അത് സ്വീകരിക്കുമ്പോൾ പ്രസാദമായി മാറുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് തെറ്റൊന്നുമില്ല. അത് അദ്ദേഹം ദാനം എന്നുള്ള പദത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വന്ന പിഴവാണ്. അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. പാവപ്പെട്ടവന് കൊടുക്കുന്നത് എന്നൊരർത്ഥമൊന്നുമില്ല. ഇതാണ് എനിക്കതിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.